നീറ്റ് പരീക്ഷ റദ്ദാക്കില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. നെറ്റ് നീറ്റ് വിഷയങ്ങൾ വ്യത്യസ്തം. ബീഹാർ പോലീസ് ചില ക്രമക്കേടുകൾ അറിയിച്ചു. ഏതുന്നതനായാലും നടപടിയുണ്ടാകും. ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കരുതെന്നും മന്ത്രി. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് സംഭവിച്ചത് നല്ല പരാജയമെന്ന് എം.വി. ഗോവിന്ദൻ. ജനങ്ങളുടെ മനോഭാവം വേണ്ടത്ര മനസ്സിലാക്കിയില്ല. UDF വിജയം ജാതിബോധവും വർഗീയതയും ഉപയോഗിച്ച് ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, SDP എന്നിവർ കോൺഗ്രസിനായി പ്രവർത്തിച്ചു. SNDPയിലെ ഒരു വിഭാഗം BJPക്കായി പ്രവർത്തിച്ചുവെന്നും എം.വി. ഗോവിന്ദൻ. വൈരാഗ്യത്തെ തുടർന്ന് അധ്യാപകൻ പരീക്ഷയിൽ തോൽപ്പിച്ചതായി പരാതി ഉയർന്നത് തൃശൂർ കേരളവർമ്മ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ MK കണ്ണനെതിരെ. ഇന്റേണൽ മാർക്കിൽ കൃത്രിമം കാട്ടിയെന്ന് സർവകലാശാലയ്ക്ക് പരാതി നൽകി പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി. മലപ്പുറം മേൽമുറിയിൽ KSRTC ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് അച്ഛനും അമ്മയും മകളും മരിച്ചു. അപകടം മകളെ +1 ചേർക്കാൻ സ്കൂളിലേക്ക് പോകുന്നതിനിടെ നിയന്ത്രണം വിട്ട ഓട്ടോ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഓട്ടോ തെറ്റായ ദിശയിലായിരുന്നുവെന്നും പ്രാഥമിക നിഗമനം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ കേന്ദ്ര സർക്കാർ എന്ന രാഹുൽ ഗാന്ധി. പേപ്പർ ലീക്കിന് കാരണം സർക്കാർ എന്ന വിമർശനം. 7 വർഷത്തിനിടെ 70 പരീക്ഷകളുടെ പേപ്പറുകളാണ് ചോർന്നത്. പ്രധാനമന്ത്രിക്ക് ഇത് തടയാനാകുന്നില്ല. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ RSS ഇകഴ്ത്തുന്നുവെന്നും രാഹുൽ. വീണ വിജയനെതിരെ പുതിയ ആരോപണവുമായി മാത്യു കുഴൽനാടൻ MLA. അനാഥാലയങ്ങളിൽ നിന്ന് വീണ മാസപ്പടി കൈപ്പറ്റി. രജിസ്ട്രാർഡ് ഓഫ് കമ്പനീസിന്റെ രേഖകളിൽ ഇത് വ്യക്തം. സഭയിൽ രേഖകൾ ഉയർത്തിക്കാട്ടി കുഴൽനാടൻ. മാനന്തവാടി MLA OR കേളു മന്ത്രിസഭയിലേക്ക്. OR കേളു കൈകാര്യം ചെയ്യുക പട്ടികജാതി പട്ടിക വകുപ്പ്. തീരുമാനം തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ. പാർലമെന്ററി കാര്യം MP രാജേഷിനും ദേവസ്വം വകുപ്പ് VN വാസവനും നൽകും. തീരുമാനത്തിൽ സന്തോഷമെന്നും പട്ടികജാതി പട്ടികവർഗ മേഖലകളിൽ LDF മുന്നോട്ട് വച്ച നയങ്ങൾ നടപ്പിലാക്കുമെന്നും നിയുക്ത മന്ത്രി. പെൻഷൻ വിഷയത്തിൽ പ്രക്ഷുബ്ധമായി സഭ. പെൻഷന് വേണ്ടി നികുതി കൂട്ടി സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചെന്ന പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് സർക്കാർ ഒന്നും പഠിച്ചില്ലെന്ന PC വിഷ്ണുനാഥ് MLA. കുടിശ്ശികക്കാര്യം സർക്കാർ കൈകാര്യം ചെയ്യുന്നത് കൗശലത്തോടെയെന്ന പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല, പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ കുടിശ്ശികയുള്ളത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ലെന്ന് ധനമന്ത്രി. കുടിശ്ശിക 5 മാസത്തെ മാത്രമെന്നും ഈ മാസം ഒരു കുടിശ്ശിക തീർക്കുമെന്നും K ബാലഗോപാൽ. സീറ്റ് കൂടിയ സ്ഥിതിക്ക് ഇനിയെങ്കിലും കേന്ദ്രത്തിനെതിരെ കൂട്ടായ സമരത്തിന് തയ്യാറാകണമെന്നും മന്ത്രി. KK ശൈലജയെ സ്ഥാനാർത്ഥിയാക്കിയ നീക്കം പാളിയെന്ന് CPM സംസ്ഥാന സമിതി. ശൈലജയെ മുഖ്യമന്ത്രിയായി കാണാനാണ് ജനം ആഗ്രഹിക്കുന്നതെന്നും സമിതിയിൽ തുറന്നു പറച്ചിൽ. മന്ത്രിമാരും പേഴ്സണൽ സ്റ്റാഫും തിരുത്താൻ തയ്യാറാകണമെന്നും സമിതിയിൽ വിമർശനം. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ ആൺ സുഹൃത്ത് ബിനോയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. പെൺകുട്ടിയെ നിർബന്ധിച്ച് ബിനോയ് ഗർഭചിത്രം നടത്തി. ഗർഭചിത്രത്തിന് ശേഷവും പീഡിപ്പിച്ചു. പെൺകുട്ടിക്കെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിലും ബിനോയ് എന്ന് പോലീസ്. തമിഴ്നാട്ടിലെ കള്ളാക്കുറിച്ചി വ്യാജമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. മരിച്ചത് 5 സ്ത്രീകളടക്കം 42 പേർ. 90-ലധികം പേർ ചികിത്സയിൽ. 14 പേരുടെ നില ഗുരുതരം. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷത്തിന്റെ സഹായം നൽകുവാൻ തമിഴ്നാട് സർക്കാർ. കള്ളാക്കുറിശി സന്ദർശിച്ച മുഖ്യമന്ത്രി MK സ്റ്റാലിനും മന്ത്രി ഉദയനിധി സ്റ്റാലിനും.
കള്ളക്കുറിശി വ്യാജമദ്യ ദുരന്തത്തിൽ 4 പേർ അറസ്റ്റിലായത് മദ്യം വിറ്റ ഗോവിന്ദരാജും ഭാര്യയും ഉൾപ്പെടെയുള്ളവർ. ദുരന്തത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ ഏകാംഗ കമ്മീഷനെ നിയോഗിച്ച് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും എം.കെ. സ്റ്റാലിൻ. ദുരന്തത്തിൽ റിപ്പോർട്ട് തേടി കേന്ദ്രം CBI അന്വേഷണം ആവശ്യപ്പെട്ടേക്കും. ഷൊർണൂരിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത 150ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധ. വധുവിനും വരനും ഉൾപ്പെടെ വിഷബാധ. ഭക്ഷണം വിതരണം ചെയ്ത വാടാനം കുറിശിയിലെ കാറ്ററിംഗ് സ്ഥാപനത്തിൽ പരിശോധന നടത്തിയ ആരോഗ്യ വിഭാഗം. കർണാടക ഗോണിക്കൊപ്പയിൽ കെട്ടിടം തകർന്നു വീണു. തകർന്നത് വിരാജ്പേട്ട മൈസൂർ റോഡിൽ ഗോണിക്കൊപ്പ മെയിൻ റോഡിലെ അമ്പൂർ ബിരിയാണി കട പ്രവർത്തിക്കുന്ന കെട്ടിടം. തൊഴിലാളികളും ഭക്ഷണം കഴിക്കാനെത്തിയവരും കെട്ടിടത്തിൽ കുടുങ്ങി. പരിക്കേറ്റ 5 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. കോഴിക്കോട് കനത്ത മഴയിലും റോഡ് ടാറിംഗ്. സംഭവം തുഷാരഗിരി കാപ്പാട് റോഡിൽ കോടാഞ്ചേരി ഭാഗത്ത്. റോഡിലൂടെ വെള്ളമൊഴുകുന്ന സാഹചര്യത്തിലും ടാറിംഗ് തുടരുന്നു. 2 ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയിൽ തൊഴിലാളികൾ ടാറിംഗ് നടത്തുന്നത് റെയിൻകോട്ടിട്ടും കുട പിടിച്ചും. മരണക്കയമായി വീണ്ടും മുതലപ്പുഴി. പുലർച്ചെ നടന്ന അപകടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മരിച്ചത് മത്സ്യത്തൊഴിലാളി വിക്ടർ. സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ശവപ്പെട്ടിയും റീത്തുമേന്തി നിയമസഭയിലേക്ക് മാർച്ച് നടത്തി ലത്തീൻ സഭ. കോഴിക്കോടിനെ സംഘർഷഭൂമിയാക്കി KSU. +2 സീറ്റ് വിഷയത്തിൽ കോഴിക്കോടും മലപ്പുറത്തും സംഘർഷം. കോഴിക്കോട് കളക്ടറേറ്റ് മാർച്ച് അക്രമാസക്തം. മലപ്പുറത്ത് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ച MSF KSU പ്രവർത്തകർ. മലപ്പുറത്തെ RRT ഓഫീസ് താഴിട്ട് പൂട്ടി MSF. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള പ്രാരംഭ ചർച്ചകൾക്ക് നീക്കം. ചർച്ചകൾക്കായി എംബസി വഴി പണം നൽകാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി. എംബസി അക്കൗണ്ടിൽ പണം ലഭിച്ചാൽ അത് യമൻ നിർദ്ദേശിക്കുന്നവർക്ക് കൈമാറാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാമെന്നും അധികൃതർ. ധനസമാഹരണത്തിന് പ്രവർത്തനം ആരംഭിച്ച് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും. കാക്കനാട് DLF ഫ്ളാറ്റിൽ രോഗബാധിതരുടെ എണ്ണം കൂടുന്നു. 4 വയസ്സുകാരിക്ക് E. അണുബാധ ഉള്ളതായി കണ്ടെത്തൽ. ജില്ലയിലെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളത് 28 പേരാണ്. പരിശോധനയ്ക്കായി ശേഖരിച്ച സാമ്പിൾ ഫലം ഇന്ന് ലഭിക്കും. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പോലീസുകാർക്കായി കമ്മിറ്റി. ആഭ്യന്തര വകുപ്പ് സമിതി തയ്യാറാക്കിയത് സപ്പോർട്ടിംഗ് കമ്മിറ്റി എന്ന പേരിൽ. ആരോഗ്യം, ജോലി, കുടുംബം എന്നിവ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ നൽകും. നടപടി ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്യുന്ന പോലീസുകാരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ. പശ്ചിമ കൊച്ചിയിൽ മാലിന്യ നീക്കം നിലച്ചു. തെരുവുകളിൽ മാലിന്യ കൂമ്പാരം. പ്രതിസന്ധി കരാർ കമ്പനികൾ മാലിന്യമെടുക്കുന്നത് നിർത്തിയതോടെ. കമ്പനിയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും തമ്മിൽ ബിനാമി ഇടപാടെന്ന ആരോപണം. പ്രക്ഷോഭത്തിനൊരുങ്ങി പ്രതിപക്ഷ പാർട്ടികൾ.
ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ മാലിന്യ നീക്കത്തിനുള്ള ഹിറ്റാച്ചുകൾ വാടകയ്ക്കെടുക്കുന്ന കരാറിൽ അഴിമതി ആരോപണം. കുറഞ്ഞ നിരക്കിലുള്ള കരാർ ലഭിച്ചിട്ടും വലിയ തുകയുടെ കരാറുകൾ തുടർന്ന കൊച്ചി കോർപ്പറേഷൻ. പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച വിജിലൻസ്. കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിൽ മാർക്സിസ്റ്റുകാരെ വിമർശിച്ച എഴുത്തുകാരൻ ടി പത്മനാഭൻ. അക്രമ രാഷ്ട്രീയം ഉണ്ടാവരുതെന്നുള്ള ചിന്ത ആദ്യം ഉണ്ടാവേണ്ടത് മാർക്സിസ്റ്റുകാർക്ക്. ബോംബുണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങി നൽകിയതിനു ശേഷമാണ് മന്ത്രി സമാധാന യോഗത്തിൽ പങ്കെടുത്തതെന്നും വിമർശനം. സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. കേസുകളുടെ നടത്തിപ്പിൽ സർക്കാരിന് ഉദാസീനതയെന്ന് വിമർശനം. ഹൈക്കോടതിയോട് സർക്കാർ അനാദരവ് കാണിക്കുന്നു. കേസുകൾ നീട്ടിവെക്കാൻ തുടർച്ചയായി ആവശ്യപ്പെടുകയാണെന്നും കുറ്റപ്പെടുത്തൽ. വിമർശനം മൂവാറ്റുപുഴ എറണാകുളം പാതയുടെ ദേശസാൽക്കരണവുമായി ബന്ധപ്പെട്ട കേസിൽ. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിക്ക് സാധ്യത. എന്നാൽ നടപടി എപ്പോൾ എന്നതിൽ തീരുമാനം വൈകും. ഇന്ന് ചേർന്ന KPCC നിർവാഹക സമിതി യോഗത്തിലും നടപടി പ്രഖ്യാപിച്ചില്ല. കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ അന്വേഷണം CBIക്ക് കൈമാറണമെന്ന ഹർജിയിൽ സർക്കാരിന്റെയും പോലീസിന്റെയും വിശദീകരണം തേടി ഹൈക്കോടതി. ആട്ടൂരിനെ കാണാതായത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ. നടക്കാവ് പോലീസിന്റെ അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്ന് ഭാര്യ. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് വടകര സ്വദേശി അർജുൻ. 7 മാസം മുമ്പ് പരിചയപ്പെട്ട യുവതിയുടെ ഫ്ളാറ്റിലും വീട്ടിലും അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നാണ് പരാതി. യുവതിയുടെ ഭർത്താവിനെതിരെയും ആക്രമണം. കോഴിക്കോട് താമരശ്ശേരിയിൽ സ്കൂട്ടർ യാത്രക്കാരിൽ ഒരാൾ ലോറിക്കടിയിൽപ്പെട്ട് മരിച്ചു. മരിച്ചത് കൂരാച്ചുണ്ട് സ്വദേശി ജീവൻ. അപകടം നടന്നത് റോഡരികിൽ തെന്നി വീണ സ്കൂട്ടർ ലോറിക്ക് അടിയിൽപ്പെട്ട്. പരിക്കേറ്റ സഹയാത്രികൻ ചികിത്സയിൽ. കോളനി എന്ന വാക്കൊഴിവാക്കി വയനാട് മീനങ്ങാടി തച്ചമ്പത്ത് നിവാസികൾ. പേരുമാറ്റം കോളനി എന്ന പദം ഒഴിവാക്കാനുള്ള സർക്കാർ ഉത്തരവിന് പിന്നാലെ തച്ചമ്പത്ത് കോളനി എന്നത് തച്ചമ്പത്ത് കുടി എന്നാക്കി മാറ്റി. രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വില്ലേജ് ഓഫീസർ പിടിയിൽ. പിടിയിലായത് മലപ്പുറം തുവൂർ വില്ലേജ് ഓഫീസർ സുനിൽ രാജ്. കൈക്കൂലി ആവശ്യപ്പെട്ടത് പട്ടയം ലഭിക്കാൻ വില്ലേജ് ഓഫീസർ സ്വമേധയാ നൽകേണ്ട കത്തിന്. വില്ലേജ് ഓഫീസറെ വലയിലാക്കിയത് മലപ്പുറം വിജിലൻസ് DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം. ശബരിമല വിമാനത്താവളത്തിനായി ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതായി പുറപ്പെടുവിച്ച വിജ്ഞാപനം പിൻവലിക്കുമെന്ന് ഹൈക്കോടതിയെ അറിയിച്ച സർക്കാർ. ഭൂമി ഏറ്റെടുക്കുന്നതിനായി പുതിയ വിജ്ഞാപനം പുറത്തിറക്കും. സാമൂഹിക ആഘാത പഠനമടക്കം പുതിയ ഏജൻസിയെ കൊണ്ട് നടത്തിക്കുമെന്നും സർക്കാർ. ജോലി ചെയ്യുന്ന കമ്പനിക്കെതിരെ സ്വകാര്യ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അയച്ചതിന്റെ പേരിൽ ജീവനക്കാരനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. സംഭവം ജോലി ചെയ്യുന്ന ഫാക്ടറിയിലെ സുരക്ഷ സംബന്ധിച്ച് ജീവനക്കാരൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അയച്ചതിന് കമ്പനി നടപടി സ്വീകരിച്ചതോടെ നടപടി മൗലികാവകാശത്തിന്റെ ലംഘനമാണെന്ന് കോടതി വിലയിരുത്തൽ. കോട്ടയം കുമരകത്ത് 4 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിൽ. പിടിയിലായത് കോട്ടയം വേളൂർ സ്വദേശി സലാഹുദ്ദീൻ, പാലക്കാട് ആലത്തൂർ സ്വദേശി ഷാനവാസ് എന്നിവർ. അറസ്റ്റിലായത് ഒറീസയിൽ നിന്നും ട്രെയിൻ മാർഗം എത്തിച്ച കഞ്ചാവ് കുമരകത്തെ സ്വകാര്യ ആഡംബര റിസോർട്ടിൽ വിൽപ്പന നടത്തുന്നതിനിടെ.
വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ ഇടുക്കിയിലെ റിക്രൂട്ടിംഗ് ഏജൻസി ഉടമയായ ജോബി ജോസ് പിടിയിൽ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ 200ഓളം പേരിൽ നിന്ന് തട്ടിയെടുത്തത് 5 കോടിയോളം രൂപ. ഉദ്യോഗാർത്ഥികളെ ആകർഷിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പരസ്യം ചെയ്തത്. വിദേശത്തേക്ക് കടക്കുവാൻ ശ്രമിച്ച പ്രതിയെ പിടികൂടിയത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ നിന്ന്. പൊതുതിരഞ്ഞെടുപ്പിൽ മോശം പ്രകടനം നടന്ന 9 സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്താൻ കോൺഗ്രസ്. പ്രകടനം വിലയിരുത്താൻ പ്രത്യേക സമിതികൾ രൂപീകരിച്ച് ഖാർഗെ, ഹൈബി ഈഡനും PJ കുര്യനും അംഗങ്ങൾ. വയനാട്ടിൽ അരിവാൾ രോഗിയായി യുവതി മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാനൊരുങ്ങി ബന്ധുക്കൾ. 2 ആഴ്ച മുമ്പാണ് വെള്ളമുണ്ട എടത്തിൽ നഗറിലെ സിന്ധുവിനെ കാൽമുട്ട് വേദനയെ തുടർന്ന് വയനാട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. മതിയായ ചികിത്സ ലഭിക്കാതെയാണ് സിന്ധു മരിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. DMO, ആരോഗ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാൻ ബന്ധുക്കൾ ഒരുങ്ങുന്നത്. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. കണ്ണൂരിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്ക്. തൃശൂരിലെ പരാജയത്തിൽ തുറന്നടിച്ച് മുരളീധരൻ. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. തൃശൂർ ജയിച്ചാൽ മാത്രമേ കേരളത്തിൽ UDFന് ഭരിക്കാൻ കഴിയൂ. തോൽവി ഒരാളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നില്ലെന്നും കെ മുരളീധരൻ. കെ മുരളീധരന്റെ പ്രതികരണം KPCC അന്വേഷണ കമ്മീഷന് മുൻപാകെ. സിറോ മലബാർ സഭ സിനഡിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷം. 5 മെത്രാൻമാർ ഏകീകൃത കുർബാനയ്ക്കെതിരെ വിയോജന കുറിപ്പെഴുതി. അനുരഞ്ജനത്തിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും കുറിപ്പിൽ. ജനാഭിമുഖ കുർബാന നിലനിർത്തിക്കൊണ്ട് ഞായറാഴ്ചകളിൽ പള്ളികളിൽ ഒരു ഏകീകൃത കുർബാനയാക്കാമെന്നും സിനഡ് തീരുമാനം. മധുക്കരയിൽ മലയാളി സംഘത്തെ ആക്രമിച്ച കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ട്. കണ്ടെത്തൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയുടെ റിപ്പോർട്ട് എറണാകുളം റൂറൽ SPക്ക് കൈമാറി. പരാതി നൽകുവാനെത്തിയവരോട് അനുകമ്പയോടെ പെരുമാറണമെന്ന നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ലെന്നും റിപ്പോർട്ടിൽ. കോട്ടയം മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ മെഡിക്കൽ വിദ്യാർത്ഥികളെ കടിച്ച തെരുവുനായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. പേവിഷബാധ സ്ഥിരീകരിച്ചത് നായയുടെ ജഡം തിരുവല്ലയിലെ ലാബിൽ എത്തിച്ചു നടത്തിയ പരിശോധനയിൽ. നായയുടെ കടിയേറ്റ 6 വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിലടക്കം വരുന്ന വീഴ്ചയാണ് തെരുവുനായ ശല്യം വർദ്ധിക്കാൻ കാരണമെന്ന് വിലയിരുത്തൽ. വള്ളംകളി മാമാങ്കത്തിന് തുടക്കം കുറിക്കുന്ന ചമ്പക്കുളം മൂലം വള്ളം കളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ആവേശകരമായ മത്സരത്തിനുള്ള തീവ്ര പരിശീലനത്തിലാണ് ക്ലബ്ബുകൾ. ഇക്കുറി തുഴയെറിയുന്നതിനെത്തുന്നത് 6 ചുണ്ടൻ വള്ളങ്ങൾ. പമ്പയാറ്റിൽ ചുണ്ടൻ വള്ളങ്ങൾ മാറ്റുരയ്ക്കുന്നത് ശനിയാഴ്ച. കോഴിക്കോട് നഗരസഭാ പദ്ധതികൾക്ക് സർക്കാർ അനുമതി നൽകുന്നില്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധവുമായി തിരുവനന്തപുരത്തേക്ക്. വിഷയം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ UDF കൗൺസിലർമാർ നിയമസഭയ്ക്ക് മുന്നിൽ ധർണ സംഘടിപ്പിക്കും. സമരം കോർപ്പറേഷൻ സമർപ്പിച്ച പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകുന്നില്ലെന്ന് ആരോപിച്ച്. മതിദയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാള് ജാമ്യം അനുവദിച്ച റോസ് അവന്യൂ കോടതി. ജാമ്യത്തുകയായി കെട്ടിവെക്കേണ്ടത് 1 ലക്ഷം രൂപ. ജാമ്യം നൽകിയത് കേജ്രിവാൾ അറസ്റ്റിലായി നാളേക്ക് 3 മാസം തികയാനിരിക്കെ. ജാമ്യം നൽകിയ ഉത്തരവ് റദ്ദാക്കണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം കോടതി തള്ളി.
അബുദാബി കോഴിക്കോട് വിമാനത്തിൽ തീപിടുത്തമുണ്ടായത് യാത്രക്കാരന്റെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച്. പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചതോടെ എക്സിറ്റ് ഡോറുകൾ തുറന്ന് യാത്രക്കാരെ പുറത്തിറക്കി. സംഭവത്തിൽ പവർ ബാങ്ക് കയ്യിലുണ്ടായിരുന്ന മലയാളി യുവാവിനെയും സഹോദരിയെയും അധികൃതർ തടഞ്ഞുവെച്ചു. ഇന്നലെ നടന്ന UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയതിന് പിന്നാലെ പുതിയ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. പരീക്ഷ റദ്ദാക്കിയത് ചോദ്യങ്ങൾ ചോർന്നെന്ന സംശയത്തെ തുടർന്ന്. പരീക്ഷയിൽ പങ്കെടുത്തത് 9 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. സംഭവത്തെക്കുറിച്ച് CBI അന്വേഷിക്കുമെന്നും പുതിയ പരീക്ഷാ തീയതി ഉടൻ പുറത്തുവിടുമെന്നും കേന്ദ്ര സർക്കാർ. നീറ്റ് പരീക്ഷാ വിവാദത്തിൽ ബീഹാറിൽ നിന്ന് 4 വിദ്യാർത്ഥികൾ കൂടി അറസ്റ്റിൽ. പരീക്ഷയുടെ തലേദിവസം ചോദ്യപേപ്പറുകളും ഉത്തരങ്ങളും ലഭിച്ചതായി മൊഴി. ചോദ്യപേപ്പറുകൾ ലഭിച്ചത് അടുത്ത ബന്ധുക്കൾ വഴിയെന്ന് വിദ്യാർത്ഥികൾ. വിഷയത്തിൽ ബീഹാറിൽ മാത്രം ഇതുവരെ അറസ്റ്റിലായത് 17 പേർ. നീറ്റ് പേപ്പർ ചോർച്ചയിൽ RJD നേതാവ് തേജസ്വി യാദവിന്റെ സഹായിക്ക് ബന്ധമുണ്ടെന്ന് ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ് കുമാർ സിൻഹ. കേസിൽ അറസ്റ്റിലായ സിക്കന്ദർ യാദവേന്ദു തേജസ്വിയുടെ പേഴ്സണൽ സെക്രട്ടറിയുടെ അടുത്ത ബന്ധുവാണെന്നും വിജയ് കുമാർ സിൻഹ. RJDയുടെ മുഴുവൻ സംവിധാനവും കുറ്റകൃത്യത്തിലും അഴിമതിയിലും അധിഷ്ഠിതമാണെന്നും സിൻഹ. ബീഹാറിലെ പിന്നാക്ക സംവരണം ഉയർത്താനുള്ള തീരുമാനം റദ്ദാക്കി ഹൈക്കോടതി. പട്ന ഹൈക്കോടതി റദ്ദാക്കിയത് 50% നിന്ന് 65% ഉയർത്താനുള്ള തീരുമാനം. 2023 ബീഹാർ അസംബ്ലി പാസാക്കിയ ഭേദഗതികൾ ഭരണഘടനയുടെ അധികാരങ്ങൾക്കപ്പുറം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 15, 16 പ്രകാരമുള്ള തുല്യതാ വ്യവസ്ഥകൾ ലംഘിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി ഡിവിഷൻ ബെഞ്ച്. എതിരില്ലാതെ ഒഡീഷ നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന BJP നേതാവ് സുരമ പട്ടേൽ നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ ചുമതല കൈമാറി പ്രോട്ടം സ്പീക്കർ RP സ്വൈൻ. സുരമ പട്ടേൽ BJDയുടെ പ്രമീള മല്ലിക്കിന് ശേഷം ഒഡീഷ നിയമസഭാ സ്പീക്കറാകുന്ന 2ാമത്തെ വനിതയാണ്. പതിനാലിനം വിളകൾക്ക് താങ്ങുവില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. നെല്ലിന്റെ അടക്കം താങ്ങുവിലയിൽ വർധനമുണ്ടായിട്ടുണ്ട്. നെല്ലിന്റെ താങ്ങുവിലയിൽ ക്വിന്റലിന് 2300 രൂപയായി ഉയരും. നടപടി കേന്ദ്ര ക്യാബിനറ്റ് യോഗത്തിൽ. തീരുമാനം 3 സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ. ഹിന്ദു സംസ്കാരത്തെയും രാമനെയും അധിക്ഷേപിച്ചെന്ന കണ്ടെത്തലിൽ വിദ്യാർത്ഥികൾക്ക് 1.2 ലക്ഷം രൂപ പിഴയിട്ട് ബോംബെ IIT. പിഴ ചുമത്തിയത് 8 വിദ്യാർത്ഥികൾക്കാണ്. വിവാദമായത് രാഘവൻ എന്ന പേരിൽ രാമായണത്തെ ആസ്പദമാക്കി IITയുടെ ആർട്സ് ഫെസ്റ്റിവലിൽ തയ്യാറാക്കിയ നാടകം. വന്ദേ ഭാരതിലെ ഭക്ഷണത്തിൽ ചത്ത പാറ്റയെ കണ്ടെത്തിയതായി പരാതി. സംഭവം വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഭോപ്പാലിൽ നിന്ന് ആഗ്രയിലേക്കുള്ള യാത്രക്കിടെ ഭക്ഷണത്തിൽ നിന്ന് പാറ്റയെ കിട്ടിയതിന്റെ ദൃശ്യങ്ങൾ എക്സിൽ പ്രചരിച്ചതിന് പിന്നാലെ ക്ഷമാപണം നടത്തി ഇന്ത്യൻ റെയിൽവേ. കർണാടകയിൽ പീഡനശ്രമം എതിർത്തതിന്റെ വിരോധത്തിൽ മാതൃ സഹോദരിയെ കൊലപ്പെടുത്തി 10ാം ക്ലാസ്സുകാരൻ. യുവതി ഉറങ്ങിക്കിടന്നപ്പോൾ പീഡിപ്പിക്കാനും ശ്രമം. സംഭവത്തിൽ ആൺകുട്ടിയെ ശകാരിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു യുവതി. കൊലപാതകം പീഡനശ്രമം പുറത്തറിയുമെന്ന ഭയത്തിൽ. ഇൻസ്റ്റഗ്രാമിൽ റീലിടാൻ ജീവൻ പണയപ്പെടുത്തി ചെയ്ത വീഡിയോ വൈറലാകുന്നു. ദൃശ്യങ്ങൾ കാണുന്നത് 100 അടി ഉയരത്തിലുള്ള ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും യുവാവിന്റെ കൈബലത്തിൽ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന പെൺകുട്ടിയെ. സാഹസികം, ഗ്രിപ്പ് ശക്തി പരിശോധിക്കാൻ എന്ന പേരിൽ. സംഭവം പൂനെയിൽ. വീഡിയോയിലുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സോഷ്യൽ മീഡിയ.
വിലക്കു ചൂണ്ടി വനിതാ കോൺസ്റ്റബിളിനെ ബലാത്സംഗം ചെയ്തു. തെലങ്കാന പോലീസിലെ SI ഭവാനി സെന്നിനെ അറസ്റ്റ് ചെയ്ത് പിരിച്ചുവിട്ടു. SIക്കെതിരെ കടുത്ത നടപടിയെടുത്തത് വനിതാ കോൺസ്റ്റബിളിന്റെ ആരോപണം സ്ഥിരീകരിച്ചതോടെ. ബലാത്സംഗത്തിന് മുമ്പ് SI സർവീസ് റിവോൾവർ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ആരോടെങ്കിലും പറഞ്ഞാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞതായും വനിതാ കോൺസ്റ്റബിൾ. ദീർഘദൂര ട്രെയിനുകളിൽ നിന്നും ജനറൽ കമ്പാർട്ട്മെന്റുകൾ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് ചെയ്ത വീഡിയോ വൈറൽ. റീൽ പങ്കുവച്ചത് പ്രതീക് പട്ടേൽ എന്ന എക്സ് ഉപയോക്താവ്. 40 ഡിഗ്രി ചൂടിൽ ട്രെയിനിന്റെ ബാത്റൂമിൽ വരെ 10 പേർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതായി യുവാക്കളുടെ പ്രതികരണം. റെയിൽവേ മന്ത്രി അയ്യോ സോറി റീൽ മന്ത്രി, ഈ റീൽ നിങ്ങളുടെ അടുത്ത് എത്തിയില്ലേ എന്ന ആക്ഷേപം. ये हाल है जनसेवा एक्सप्रेस का, देखिए आप लोग। दोस्तों 40 डिग्री टेम्परेचर है और ट्रेन का भीड़ देख लीजिए कुछ इस प्रकार का है। और ट्रेन के बाथरूम में देखिए कितने सारे लोग सफ़र कर रहे हैं। और ये है जनसेवा एक्सप्रेस जो सहरसा से चलती है, अमृतसर के पंजाब तक जाती है। क्या भैया कैसा लग रहा है? ഔദ്യോഗിക സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ കൊളംബോയിലെത്തി. ശ്രീലങ്കൻ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധനയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനത്തിലൂടെയും കണക്ടിവിറ്റി സംരംഭങ്ങളിലൂടെയും ഇന്ത്യയുടെ ശക്തമായ പിന്തുണ അറിയിച്ചതായി S ജയശങ്കർ. ചുട്ടുപഴുത്ത് ഡൽഹി. 24 മണിക്കൂറിനിടെ സൂര്യാഘാതമേറ്റ് മരിച്ചത് 17 പേർ. മരിച്ചത് RML സഫർജംഗ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിഞ്ഞവർ. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ ഡൽഹിയുടെ പല ഭാഗങ്ങളിലായി കണ്ടെത്തിയത് 50 പേരുടെ മൃതദേഹം. ഇവർ മരിച്ചത് ഉഷ്ണതരംഗത്തിലാണോ എന്ന് സ്ഥിരീകരിക്കാതെ പോലീസും ആരോഗ്യവകുപ്പും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിടെ കുറഞ്ഞത് 90 ഇന്ത്യൻ പൗരന്മാരെങ്കിലും മരിച്ചതായി റിപ്പോർട്ട്. തീർത്ഥാടകർക്ക് വെല്ലുവിളിയായത് കടുത്ത ചൂട്. നിരവധി ഇന്ത്യക്കാരെ കാണാതായതായും റിപ്പോർട്ടുണ്ട്. സമീപ ദശകങ്ങളിലെ ഏറ്റവും ഉയർന്ന താപനിലയായ 50 ഡിഗ്രി സെൽഷ്യസ് ഈ വർഷത്തെ തീർത്ഥാടന കാലത്ത് കടന്നിരുന്നു. നാടുകടത്തൽ ഭീഷണി നേരിടുന്ന കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ നിരാഹാര സമരം പുനരാരംഭിച്ചു. നിരാഹാര സമരത്തിന് അടിസ്ഥാനം കാനഡയിലെ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലെ എമിഗ്രേഷൻ നിയമങ്ങളിൽ വന്ന മാറ്റം. സമരത്തിലായിരുന്ന നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് നിരാഹാര സമരം പിൻവലിച്ചിരുന്നു. ആശ്രിത വിസയിൽ നിബന്ധന കടുപ്പിച്ച് UAE ഡിജിറ്റൽ ഗവൺമെന്റ്. പുതിയ നിബന്ധന 5 ബന്ധുക്കളെ താമസ വിസയിൽ കൊണ്ടുവരാൻ കുറഞ്ഞത് 10,000 ദിർഹം ശമ്പളവും താമസ സൗകര്യവും ഉണ്ടായിരിക്കണമെന്ന്. 6ാമതൊരാളെ കൂടി സ്പോൺസർ ചെയ്യണമെങ്കിൽ ശമ്പളം 15,000 ദിർഹം ഉണ്ടാകണമെന്നും നിബന്ധന. പുതിയ നിയമം എന്ന് പ്രാബല്യത്തിലാകുമെന്ന് വ്യക്തമല്ല. ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിൽ ദുബായിലെ പൊതുഗതാഗതം ഉപയോഗിച്ചത് 67 ലക്ഷത്തിലേറെ പേരെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. കഴിഞ്ഞ വർഷത്തെ ബലിപെരുന്നാൾ അവധിക്കാലത്ത് ഇത് 64 ലക്ഷമായിരുന്നു. വൈവിധ്യമാർന്ന ഗതാഗത സംവിധാനങ്ങളാണ് അവധിക്കാലത്തേക്കായി RTA ഒരുക്കിയത്. പാകിസ്ഥാനിലെ ഫൈസലാബാദിലുള്ള ഷരീഫ്പൂരിൽ ലാപ്ടോപ്പ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ 6ഉം 9ഉം വയസ്സുള്ള 2 കുട്ടികൾ മരിച്ചു. 7 പേർക്ക് പരിക്കേറ്റു. 2 സ്ത്രീകളും 5 കുട്ടികളും ഉൾപ്പെടെ ഗുരുതരമായി പൊള്ളലേറ്റ 9 പേർ ചികിത്സയിലാണ്. അപകടമുണ്ടായത് ചാർജ് ചെയ്യുന്നതിനായി ഇട്ടിരുന്ന ലാപ്ടോപ്പ് പൊട്ടിത്തെറിച്ച് തീ പടർന്നതിന്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽപ്പെട്ട സ്റ്റോൺ ഹെഞ്ചിൽ ഓറഞ്ച് കളർ സ്പ്രേ ചെയ്തു. ഇന്ത്യൻ വംശജരടക്കം 2 പേർ അറസ്റ്റ് ചെയ്തത് UK പോലീസ്. അറസ്റ്റിലായത് 73-കാരനായ പരിസ്ഥിതി പ്രവർത്തകൻ രാജൻ നായിഡു. പ്രതിഷേധത്തിന് പിന്നിൽ 2030ഓടെ ഫോസിൽ ഇന്ധനങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കാൻ അടുത്ത ബ്രിട്ടീഷ് സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യ സന്ദർശനം നാളെ. സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം
പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി കൂടിയാലോചനകൾ നടത്തുന്നതിനു പുറമെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻകർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ദക്ഷിണ ചൈന കടലിൽ ഫിലിപ്പീനോ നാവികസേനയുടെ ബോട്ടുകൾക്ക് നേരെ ചൈനീസ് സൈന്യത്തിന്റെ ആക്രമണം. സൈനിക ആക്രമണം കോടാലിയും കത്തിയും ഉപയോഗിച്ച്. തങ്ങളുടെ നാവികസേനാ സൈനികർക്ക് ഭക്ഷണവും തോക്കുകൾ ഉൾപ്പെടെയുള്ള മറ്റ് സാധനങ്ങളും കൈമാറുന്നത് തടയാനാണ് ചൈനയുടെ ആക്രമണമെന്ന് ഫിലിപ്പീനോ ഉദ്യോഗസ്ഥർ. ബോയിംഗ് സ്റ്റാർലൈൻ പേടകം തിരിച്ചിറക്കുന്നത് വൈകും. പേടകം തിരിച്ചിറക്കുന്നത് ജൂൺ 26 മാറ്റിയതായി നാസ. പേടകം തിരിച്ചിറക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് തിരിച്ചിറക്കൽ തീയതി മാറ്റിവെച്ചത്. US സൈനികന് 4 വർഷത്തോളം തടവ് ശിക്ഷ വിധിച്ച് റഷ്യൻ കോടതി. തടവ് ശിക്ഷ കാമുകിയുടെ പേഴ്സിൽ നിന്നും പണമെടുക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്ത ഗോർഡൻ ബ്ലാക്ക് എന്ന US സൈനികന്. ദക്ഷിണ കൊറിയയിൽ വെച്ച് പ്രണയത്തിലായ അലക്സാൻഡ്ര വാഷ്ചുക് എന്ന റഷ്യൻ യുവതിയിൽ നിന്നാണ് ഗോർഡൻ ബ്ലാക്ക് $113 കവർന്നത്. കോടതി സൈനികന് ശിക്ഷ വിധിച്ചത് പോലീസ് പിടിയിലായതിന് പിന്നാലെ. ബോളിവുഡ് താരം സണ്ണി ഡിയോളിന്റെ 100ാം സിനിമ പ്രഖ്യാപിച്ചു. മൈത്രി മൂവി മേക്കേഴ്സ് പീപ്പിൾ മീഡിയ ഫാക്ടറി എന്ന ബാനറിൽ ഗോപിചന്ദ് മാലിനേനി സംവിധാനം ചെയ്യുന്ന SDGM ആണ് താരത്തിന്റെ പുതിയ സിനിമ. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക ജൂൺ 22-ന്. SDGM ഗോപിചന്ദ് മാലിനേനിയുടെ ആദ്യ ബോളിവുഡ് ചിത്രം. കാർത്തിക് ആര്യൻ നായകനായ ചിത്രം ചന്തു ചാമ്പ്യൻ കാണാനെത്തിയ സ്കൂൾ കുട്ടികളെ കാർത്തിക് സന്ദർശിക്കുന്ന വീഡിയോ വൈറൽ. മുംബൈയിൽ കുട്ടികൾക്കായി മാത്രമുള്ള പ്രത്യേക പ്രദർശനത്തിനിടയിലായിരുന്നു താരസന്ദർശനം. കാർത്തിക് ആര്യനെ കണ്ടപ്പോൾ കരയാൻ തുടങ്ങിയ കുട്ടികളെ നടൻ ആശ്വസിപ്പിക്കുന്നത് വീഡിയോയിൽ കാണാം. ചോപ്രയുടെ ന്യൂയോർക്കിലുള്ള റെസ്റ്റോറന്റ് സോന ഉടൻ പൂട്ടും. തീരുമാനം താരത്തിന്റെ പങ്കാളിത്തം അവസാനിപ്പിച്ച മാസങ്ങൾക്ക് ശേഷം. അവസാനമായി റെസ്റ്റോറന്റ് പ്രവർത്തിക്കുക ജൂൺ 30-ന്. വിവരം പുറത്തുവിട്ടത് റെസ്റ്റോറന്റിന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ. 2021-ൽ റെസ്റ്റോറന്റ് ആരംഭിച്ചത് പ്രിയങ്ക ചോപ്രയും മനീഷ് ഗോയലും ചേർന്ന്. ഉർവശിയുടെ പുതിയ ചിത്രം ഉള്ളൊഴുക്കിന്റെ പ്രിവ്യൂ കാണാനെത്തി മകൾ കുഞ്ഞാറ്റ. ചാനൽ റിപ്പോർട്ടറുമായുള്ള കുഞ്ഞാറ്റയുടെ സംസാരം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുകയാണ്. സിനിമയിൽ അഭിനയിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും സിനിമയാണ് ആഗ്രഹമെന്നും കുഞ്ഞാറ്റ. ആനന്ദ് അംബാനി രാധിക മെർച്ചന്റ് വിവാഹം ജൂലൈ 12-ന്. പ്രീ വെഡിംഗ് ഷൂട്ടിൽ തിളങ്ങി പ്രണയ ജോഡികൾ. വിവാഹത്തിന് മുമ്പുള്ള ആഘോഷങ്ങൾക്കായി അംബാനി കുടുംബം ചിലവഴിച്ചത് ശതകോടികൾ. ജൂൺ 29-ന് അംബാനിയുടെ വസതിയായ ആന്റിലിയയിൽ വെച്ച് വിവാഹവുമായി ബന്ധപ്പെട്ട പൂജാ ചടങ്ങുകൾ ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകൾ. കേരളത്തിൽ നിന്ന് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ ഏറ്റവും മൂല്യമേറിയ സ്ഥാപനമെന്ന നേട്ടം ഇനി ഫാക്ടിന്. കൊച്ചി ആസ്ഥാനമായ കേന്ദ്ര പൊതുമേഖലാ വളം നിർമ്മാണശാലയാണ് ഫാക്ട്. ഫാക്ട് ഈ നേട്ടം സ്വന്തമാക്കിയത് ഓഹരി വില 20% മുന്നേറി അപ്പർ സർക്യൂട്ടിലെത്തിയതോടെ. കമ്പനിയുടെ വിപണി മൂല്യം 70,000 കോടി രൂപയും ഓഹരി വില 1000 രൂപയും ഭേദിക്കുന്നത് ഇതാദ്യമായി. മിഡ് സൈസ് SUV ലൈനപ്പ് ഇന്ത്യയിൽ അവതരിപ്പിക്കാനൊരുങ്ങി അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ജീപ്പ്. ജീപ്പ് പദ്ധതിയിടുന്നത് സിട്രോണിന്റെ C-ക്യൂബ്ഡ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് പുതിയ കോമ്പാക്ട് SUV അവതരിപ്പിക്കുവാൻ. ജീപ്പിന്റെ പുത്തൻ പതിപ്പ് ഇന്ത്യയിലെത്തുന്നത് 2026ഓടെ. വണ്ടിയുടെ ഓൺ റോഡ് വില 15 മുതൽ 20 ലക്ഷം വരെയാകുമെന്ന് പ്രതീക്ഷ.
ഉപഭോക്താക്കൾക്കായി വില വൻതോതിൽ വെട്ടിക്കുറച്ച് ചെക്ക് വാഹന ബ്രാൻഡായ സ്കോഡ ഇന്ത്യ. വില കുറച്ചത് ജനപ്രിയ മോഡലുകളായ സ്ലാവിയ, കുഷാക്ക് മോഡലുകൾക്ക്. സ്ലാവിയയ്ക്ക് 94,000 രൂപയും കുഷാക്കിന് 2.19 ലക്ഷവുമാണ് കുറച്ചത്. വില കുറച്ചത് വിപുലമായ ശ്രേണിയിലെ വണ്ടികൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനെന്ന് സ്കോഡ. ഓഫർ പരിമിത കാലത്തേക്ക് മാത്രമെന്നും കമ്പനി. സ്കോഡയുടെ കോഡിയാക് 2ാം തലമുറ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങി കമ്പനി. കോഡിയാക് എത്തുന്നത് യാത്രക്കാർക്ക് കൂടുതൽ ക്യാബിൻ, ബൂട്ട് സ്പേസും ലഭിക്കുന്ന രീതിയിലുള്ള ഇന്റീരിയറുമായി. ഇന്റീരിയറിലും ഫീച്ചറുകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും കമ്പനി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വീണ്ടും സബ്സിഡി നൽകാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. സർക്കാർ പുനരാരംഭിക്കുന്നത് ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് പദ്ധതി. ഇതിനായി വകയിരുത്തുന്നത് 10,000 കോടി രൂപയാണ്. തീരുമാനം മാറ്റിയത് EV വാഹനങ്ങളുടെ വിൽപ്പനയിലെ ഇടിവ് മൂലം. സബ്സിഡി വരുന്നതോടെ EVയുടെ വില വീണ്ടും കുറയാൻ സാധ്യത. തദ്ദേശീയമായി ഇന്ത്യയിൽ തന്നെ EVയുടെ ബാറ്ററികൾ നിർമ്മിക്കാൻ ഒരുങ്ങി മഹീന്ദ്ര. ഇതിനായി ആഗോള കമ്പനികളുമായി സഹകരിക്കുമെന്നും മഹീന്ദ്ര ഗ്രൂപ്പ് MD അനീഷ് ഷാ. തദ്ദേശീയമായി ബാറ്ററികൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ EV ഡിമാൻഡിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കുമെന്ന് അനീഷ് ഷാ. 2027 മഹീന്ദ്രയുടെ പോർട്ട്ഫോളിയോ 20 മുതൽ 30% വരെ ആക്കുമെന്നും കമ്പനി. ഫോഴ്സ് ബൂർഗയുടെ 2024 പുത്തൻ പതിപ്പുകളുടെ വിൽപ്പന ആരംഭിച്ച് ഫോഴ്സ് മോട്ടോഴ്സ്. 3 ഡോർ മോഡലിന് 16.75 ലക്ഷം രൂപയും 5 ഡോർ മോഡലിന് 18 ലക്ഷം രൂപയുമാണ് എക്സ് ഷോറൂം വില. ഇന്ത്യൻ വിപണിയിൽ ഗുർഖ മത്സരിക്കുന്നത് മഹീന്ദ്ര ഥാർ, മാരുതി ജിംനി എന്നിവയുമായി. വീഡിയോ കോളിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി ഫീച്ചറുകൾ അവതരിപ്പിക്കുവാൻ ഒരുങ്ങി വാട്സപ്പ്. വാട്സപ്പ് ഫീച്ചർ ട്രാക്കിംഗ് വെബ്സൈറ്റായ വാബിറ്റോ ഇൻഫോയാണ് പുതിയ AR ഫീച്ചറുകളുടെ വരവ് റിപ്പോർട്ട് ചെയ്തത്. വാട്സപ്പ് കോളുകളിൽ ഇഫക്റ്റുകൾ ഉപയോഗിക്കുവാനും ഫിൽറ്ററുകൾ ഉപയോഗിക്കുവാനും ഇതുവഴി സാധിക്കും. സ്കൂൾ കോളേജ് തുറക്കലുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കായി ബാക്ക് ടു ക്യാമ്പസ് ക്യാമ്പയിൻ ആരംഭിച്ചു ഫ്ലിപ്കാർട്ട്. ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ 21 മുതൽ 27 വരെയാണ്. ക്യാമ്പയിനിൽ ലാപ്ടോപ്പുകൾ, ടാബ്ലറ്റുകൾ, ഗെയിമിംഗ് കൺസോളുകൾ, സ്മാർട്ട് വാച്ചുകൾ, ഇയർഫോണുകൾ, ഹെഡ്ഫോണുകൾ എന്നിവ, ലാപ്ടോപ്പുകളുടെ എക്സ്ചേഞ്ച്, സൂപ്പർ കോയിനുകൾ, നോ കോസ്റ്റ് EMI, ക്യാഷ് ഓൺ ഡെലിവറി, UPA ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളിലും ഓഫർ. ലോകത്തിലെ 3ാമത്തെ വലിയ ആഭ്യന്തര എയർലൈൻ വിപണിയായി ഇന്ത്യ. ഒരു ദശാബ്ദത്തിനുള്ളിൽ ഇന്ത്യ കരസ്ഥമാക്കിയത് ഇരട്ടി വളർച്ച. ഇന്ത്യയുടെ കുതിപ്പിന് പിന്നിൽ ഇൻഡിഗോ. ആദ്യ 2 സ്ഥാനങ്ങളിൽ US-ഉം ചൈനയും. T20 ലോകകപ്പ് സൂപ്പർ 8-ൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യ ഭേദപ്പെട്ട സ്കോറിലേക്ക്. 7 വിക്കറ്റിന് 167 റൺസ് പിന്നിട്ടു. സൂര്യകുമാർ യാദവിന് അർദ്ധ സെഞ്ചുറി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബാക്കി മാറ്റുമെന്ന് പുതിയ ഉടമ ജിം റാറ്റ്ക്ലിഫ്. റയൽ മാഡ്രിഡ് ഇന്ന് നിൽക്കുന്ന സ്ഥാനത്തെത്തിക്കും. 2013-ൽ ഫെർഗ്യൂസൺ ടീം വിട്ടതിനു ശേഷം ട്രാൻസ്ഫറുകളിൽ യുണൈറ്റഡ് പരാജയമെന്നും വിമർശനം. പാരീസ് ഒളിമ്പിക്സിനുള്ള മുന്നൊരുക്കവുമായി ഇന്ത്യൻ ഹോക്കി ടീം. നാളെ തുടങ്ങുന്ന ക്യാമ്പിലേക്ക് 27 താരങ്ങളെ പ്രഖ്യാപിച്ചു. ജൂലൈ 8 വരെ ബംഗളൂരുവിൽ പരിശീലനം. മലയാളി ഗോൾ കീപ്പർ PR ശ്രീജേഷും ടീമിൽ.